ആരും വിഷമിക്കേണ്ടതില്ല. എന്നാലും പ്രിഫറൻഷ്യൽ ഓർഡർ ആദ്യം അധ്യാപകർക്കും സ്റ്റുഡൻസിനും ഒക്കെ കൊടുക്കണം. പിന്നെ സ്ലിപ്സ് വിതരണം ചെയ്യുന്നുണ്ട്, പക്ഷേ സ്ലിപ്സിന് സെക്കൻഡറി പ്രിഫറൻസ് മാത്രമേ നൽകൂ. ഇവിടെ ചോദ്യങ്ങളില്ലാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ മാത്രമേ സ്ലിപ്സിന് പ്രിഫറൻസ് കൊടുക്കൂ. അതുകൊണ്ട് കഴിയുന്നതും ചോദിക്കുക. പിന്നെ ചോദിക്കുന്ന വ്യക്തി ഒറ്റ ചോദ്യം മാത്രം ചോദിക്കുക. കാരണം നമുക്കറിയാം, ഇപ്പോൾ മേത്തർ ഇവിടെ പ്രസൻറ്റ് ചെയ്തപ്പോൾ 3/4 to 1 മണിക്കൂർ വരെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് തിരിച്ച് ചോദിക്കാൻ. അതുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ബ്രീഫാക്കിയിട്ട് ഒറ്റ ചോദ്യം മാത്രം ചോദിക്കാം. പ്രധാനമായും അമുസ്ലിം, ഇപ്പോൾ ഇവിടെ 2 സ്പീക്കേഴ്സും മുസ്ലിങ്ങളായതുകൊണ്ട് കഴിയുന്നതും മുസ്ലിം സഹോദരങ്ങൾ ചോദിക്കുക. മുസ്ലിം സഹോദരങ്ങൾക്ക് വേറെയും വേദികൾ കിട്ടും. അതുകൊണ്ട് പിന്നെ വെച്ചാൽ മോഡറേറ്ററുടെ തീരുമാനം ഇതിൽ അന്തിമമായിരിക്കും. അതിൽ നിങ്ങൾ സഹകരിക്കണം. ഇത് പിന്നെ നമുക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ളതാണ്. പിന്നെ ഒന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആത്യന്തികമായ സാൽവേഷനുമായി, നമ്മുടെ ജീവിതത്തിനപ്പുറമുള്ള മോക്ഷവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നമ്മൾ ചോദിക്കുക, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ചിന്തിക്കുക. സത്യമാണെന്ന് മനസ്സിലായാൽ വേറെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അസ്സലാമു അലൈക്കും. ശാസ്ത്രീയ വൈരുദ്ധ്യങ്ങൾ ഒന്നുമില്ലെന്നും പറഞ്ഞു. വേറെ മൈക്ക് തരുന്നതാണ്, അത് ക്ലിയർ ആവുന്നില്ലല്ലോ. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ബൈബിളിൽ കാണുന്ന ശാസ്ത്രീയ വൈരുദ്ധ്യങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? അതിൽ തന്നെ ഭൂമിയെ ചുറ്റിയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അതേസമയത്ത് സൂര്യനെ ഭൂമി ചുറ്റുകയല്ല എന്ന പല സമയത്തും പ്രസ്താവനകൾ കേട്ടിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം ബൈബിളിൽ വളരെ വ്യക്തമായും വരച്ച് കാണിച്ചത് എവിടെയാണ്? അതുപോലെ ബൈബിളിൽ കാണുന്ന ശാസ്ത്രീയ വൈരുദ്ധ്യങ്ങൾ അല്പം ഒന്ന് വിശദീകരിച്ചാൽ നല്ലത് എന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സഹോദരങ്ങളെ, ഇവിടെ വിഷയവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളും അതേപോലെ തന്നെ മുഖ്യപ്രഭാഷണത്തിൽ വിഷയം സമഗ്രമായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോദ്യങ്ങളെയാണ്, നമ്മുടെ സംശയങ്ങൾ, നമ്മുടെ വിമർശനങ്ങൾ എല്ലാം പരസ്പരം പങ്കുവെക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാണിത്. സുഹൃത്തിൻ്റെ ചോദ്യം ബഹുമാന്യ സഹോദരൻ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ തൻ്റെ സംസാരത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ മറ്റ് വേദഗ്രന്ഥങ്ങൾ അശാസ്ത്രീയമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നതായി സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സഹോദരന്മാർ വിശുദ്ധ വേദഗ്രന്ഥമായി വിചാരിക്കുന്ന, അംഗീകരിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ അശാസ്ത്രീയമായ പരാമർശങ്ങളെക്കുറിച്ചാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായി ഭൂമിയുടെ സൗരയൂഥത്തിലെ സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യം. ഭൂമിക്ക് ചുറ്റും സൂര്യനാണോ അതോ സൂര്യന് ചുറ്റും ഭൂമിയാണോ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിഷയത്തിൽ സത്യത്തിൽ ആധുനിക ശാസ്ത്ര വിശാരദന്മാർക്കിടയിൽ
ഈ വിഷയം അതിശക്തമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് മധ്യകാലഘട്ടത്തിലാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ മധ്യകാലഘട്ടത്തിൽ അക്കാലം വരെയുണ്ടായിരുന്ന ടോളമിയുടെ പ്രപഞ്ച സങ്കല്പത്തിനെതിരെ, ടോളമിയുടെ പ്രപഞ്ച സങ്കല്പമല്ല ശരി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന കോപ്പർനിക്കസും അതേപോലെ തന്നെ ഗലീലിയോയും അതേപോലെ തന്നെ ബ്രൂണോയുമെല്ലാം അന്നത്തെ സഭയുടെ ഇൻക്വിസിഷൻ കോടതിയുടെ ബത്സനങ്ങൾക്ക് വിധേയമാവുകയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തത് നമുക്കറിയാവുന്നതാണ്. ഇതിന് കാരണം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സഭ പറഞ്ഞത് ഭൂമി ആണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും അവർ പറഞ്ഞതുപോലെ അവർ സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നാണ് പറഞ്ഞത്. അതിലും ശരികേടുകളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതുപോലെ സൂര്യനല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, മറിച്ച് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. ആ ഭൂമിയാകുന്ന കേന്ദ്രത്തിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഗ്രഹങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് സൂര്യൻ എന്നുള്ള ടോളമിയുടെ സിദ്ധാന്തത്തിനെതിരെ ഇവർ സംസാരിച്ചപ്പോൾ സഭ അവരെ ഇൻക്വിസിഷൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും 2 വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഭ അവരെ വിമർശിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അഥവാ യോശുവയുടെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിലെ 12-13 വചനങ്ങൾ. ആ വചനങ്ങളിൽ യോശുവ പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു യുദ്ധത്തിൽ, ആ സമയത്ത് യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ യുദ്ധത്തോടനുബന്ധിച്ച് സൂര്യനെ ഒരു താഴ്വരയിലും അതേപോലെ തന്നെ ചന്ദ്രനെ മറ്റൊരു താഴ്വരയിലും നിർത്തിക്കൊണ്ട് സൂര്യൻ അസ്തമിക്കുവാൻ സമ്മതിക്കാതെ സൂര്യനെ പിടിച്ചു നിർത്തിയതായിട്ടുള്ളൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ സൂര്യൻ ഭൂമിക്ക് ചുറ്റും ചുറ്റുന്നത് കൊണ്ടാണ് രാപ്പകലുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ഈ യോശുവയുടെ പുസ്തകത്തിലെ പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ ഇൻക്വിസിഷൻ കോടതി പറഞ്ഞു, നിങ്ങൾ പറയരുത് ഭൂമി സൂര്യന് ചുറ്റുപാട് ചുറ്റുന്നത് എന്ന്. അതേപോലെ തന്നെ അവരുദ്ധരിച്ച മറ്റൊരു കാര്യം സങ്കീർത്തന പുസ്തകത്തിലെ 104-ാം സങ്കീർത്തനത്തിലെ 5-ാമത്തെ വചനമായിരുന്നു. 104-ാം സങ്കീർത്തനത്തിലെ 5-ാമത്തെ വചനം. ഈ 104-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഞാൻ ഭൂമിയെ അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുന്നു, അത് അവിടെ നിന്ന് ഒരിക്കലും ഇളകുന്നില്ല എന്ന് പറഞ്ഞ സങ്കീർത്തന പുസ്തകത്തിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഭൂമി ഇളകുന്നു എന്ന് പറഞ്ഞാൽ, ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഭൂമി പരിക്രമണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകത്തിലെ ദൈവിക വെളിപാടിനെതിരാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ മാറ്റിപ്പറയണമെന്നാണ് ഇൻക്വിസിഷൻ കോടതി അവരോട് ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, അവിടെ ബ്രൂണോ പറഞ്ഞു, ഞാൻ മാറ്റിപ്പറഞ്ഞാലും ഭൂമി സൂര്യന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ സത്യം മാറ്റിപ്പറയാൻ തയ്യാറില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടായി? അദ്ദേഹം ജീവനോടുകൂടി ചുട്ടടിക്കപ്പെട്ടു. എന്നാൽ ഗലീലിയോ കുറച്ചുകൂടി പ്രായോഗികവാദിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിച്ചു, സൂര്യൻ ഭൂമിക്ക് ചുറ്റുമാണ് ചുറ്റുന്നത് എന്ന് പറഞ്ഞാലും ഭൂമി സൂര്യന് ചുറ്റുമാണ് ചുറ്റുന്നത് എന്ന് പറഞ്ഞാലും ഭൂമി ചുറ്റുന്നത് പോലെ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവനാണല്ലോ വലുത്. അതുകൊണ്ട് അദ്ദേഹം ഇൻക്വിസിഷൻ കോടതിയിൽ വെച്ച് പറഞ്ഞു, ഇല്ല, സൂര്യൻ നിശ്ചലമാണ്, പിന്നെ ഭൂമി നിശ്ചലമാണ്, സൂര്യൻ ഭൂമിക്ക് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് സത്യം. ഇതേപോലുള്ള ഒരുപാട് ശാസ്ത്രീയമായ അബദ്ധങ്ങൾ നമുക്ക് വേദഗ്രന്ഥങ്ങളിലെല്ലാം കണ്ടെത്തുവാൻ സാധിക്കുകയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആ ശാസ്ത്രീയ അബദ്ധങ്ങൾ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം മുതൽക്ക് തന്നെ ആ അബദ്ധങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിന് കാരണം ഏതെങ്കിലും പ്രവാചകന്മാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും ദിവ്യപുരുഷന്മാരോ നമ്മൾ ആദരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ അല്ല, മറിച്ച് പിൽക്കാലഘട്ടത്തിൽ മനുഷ്യരുടെ അറിവിന് പരിധികളുണ്ട്, അതിന് ലിമിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അരനൂറ്റാണ്ട് മുമ്പ് ശാസ്ത്രരംഗത്ത് എഴുതപ്പെട്ട പല ഗ്രന്ഥങ്ങളും പല പുസ്തകങ്ങളും അത് മാറ്റി എഴുതേണ്ടി വന്നിട്ടുണ്ട്. അവ പുനഃക്രോഡീകരണം നടത്തേണ്ടി വന്നിട്ടുണ്ട്, പുനരാഖ്യാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത. കാരണം എന്താ? നൂറ്റാണ്ട് മുമ്പുള്ള നമ്മുടെ പ്രപഞ്ച സങ്കല്പം തന്നെ ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളിലുള്ള വ്യത്യസ്ത ഡിസിപ്ലിനുകളിലുള്ള എല്ലാ ഭാഗങ്ങളും പല കാര്യങ്ങളും മാറ്റങ്ങൾക്ക് അടിസ്ഥാന സങ്കല്പങ്ങൾ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അരനൂറ്റാണ്ട് മുമ്പുള്ള ശാസ്ത്ര പുസ്തകം പോലും പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ അത് പുനരാഖ്യാനം നിർവഹിക്കേണ്ടി വരുന്നു. ഇത് കാരണം മനുഷ്യന്റെ പരിമിതിയാണ്. ഇതേപോലെ തന്നെയാണ്
പിന്നെ മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായ വേദഗ്രന്ഥങ്ങളുടെ സ്ഥിതിയും, മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായപ്പോൾ, മനുഷ്യരുടെ രചനകൾ ഉണ്ടായപ്പോൾ, ഫാദർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ രചനയായപ്പോൾ എന്തുണ്ടായി എന്ന് വെച്ചാൽ അതിൽ അബദ്ധങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അശാസ്ത്രീയമായ പരാമർശങ്ങളുണ്ടായി. ഇവിടെയാണ് ലോകത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ പ്രസക്തമാകുന്നത്. ഖുർആനെ കുറിച്ച് മേത്തർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള